കഴിഞ്ഞ 2 പ്രാവശ്യവും കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് വന്നത് BJP ആണ്. സംസ്ഥാനത്ത് അത് വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ നിയമം കിട്ടും, കഴക്കൂട്ടം കിട്ടും, കാട്ടായക്കുളം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് BJP ഇത് ശക്തമായി കണക്കാക്കാത്തത് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. ചാത്തന്നൂരിൽ 2 പ്രാവശ്യം 2ാം സ്ഥാനത്ത് വന്നു. മാത്രമല്ല, ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ നിർണായകമായ ഒരുപാട് സീറ്റുകൾ BJP പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ചാത്തന്നൂർ BJP അടിച്ചാലും അത്ഭുതമില്ല. അവിടെ VB ഗോപകുമാർ എന്ന് പറയുന്ന ആളാണ് ചാത്തന്നൂരിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. ഇപ്രാവശ്യവും അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വരാൻ പോകുന്നത് ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേവരാജനാണ്. കച്ചിയെത്തോടുമില്ല. കാരണം പല കാരണങ്ങൾ. ഫോർവേഡ് ബ്ലോക്ക് അഖിലേന്ത്യാ തലത്തിൽ ബംഗാളിലൊക്കെ അത് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണ്. കേരളത്തിലത് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ദേവരാജൻ്റെ പാർട്ടിക്ക് അവിടെ വലിയ ആളൊന്നും ഉള്ളതല്ല. അപ്പോൾ അത് കോൺഗ്രസ്സുകാർ സജീവമായി മത്സരിച്ച് ജയിപ്പിക്കണം. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ദേവരാജൻ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഫോർവേഡ് ബ്ലോക്കിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പണമൊക്കെ ചിലപ്പോൾ ബംഗാളിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഫോർവേഡ് ബ്ലോക്കാണ് ബംഗാളിൽ നല്ല ശക്തമാണ് ഫോർവേഡ് ബ്ലോക്ക്. അതുകൊണ്ട് അവിടെ നിന്ന് പണമൊക്കെ വരും. ദേവരാജൻ നല്ലൊരു ജെൻറ്റിൽമാനായിട്ടുള്ള ഒരു നേതാവുമാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. അവിടെ കോൺഗ്രസ്സുകാർ നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു മത്സരമെങ്കിലും കാഴ്ചവെക്കാൻ കഴിയൂ. ഇപ്പോൾ തന്നെ ദേവരാജനെതിരെ ശക്തമായ പോസ്റ്റർ യുദ്ധം, ബാനർ യുദ്ധം, ഫേസ്ബുക്ക് യുദ്ധം, വാട്സപ്പ് യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗോപകുമാറിൻ്റെ സമയം തെളിഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഇനി ഗോപകുമാറിന് പകരം കൃഷ്ണകുമാറോ മറ്റാരെങ്കിലുമൊക്കെ അങ്ങോട്ട് പോകുമോ എന്നറിയില്ല. എന്തായാലും VB ഗോപകുമാർ തീർച്ചയായിട്ടും അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയായിട്ട് ചാത്തന്നൂരിലുണ്ട്. മിക്കവാറും അദ്ദേഹം ഗോളടിക്കാൻ സാധ്യതയുണ്ട്. കാരണം CPIയുടെ ജയലാലും ഇനി 2 പ്രാവശ്യമോ മറ്റോ കൊടുത്ത് 2-3 പ്രാവശ്യമായി അദ്ദേഹം. അതുകൊണ്ട് ഇനി കൊടുക്കുന്നില്ല എന്ന് കേൾക്കുന്നു. കറക്റ്റായിട്ടുള്ളൊരു കാൻഡിഡേറ്റിനെയും CPIക്ക് അവിടെ കിട്ടിയിട്ടില്ല. ഈ ഗ്യാപ്പെല്ലാം കൂടി കണക്കാക്കുമ്പോൾ വളരെ കൃത്യമായി BJPയുടെ സ്ഥാനാർത്ഥിക്ക് ജയിച്ച് കയറാനുള്ള ഒരവസരം ഉള്ള മണ്ഡലമാണ് ചാത്തന്നൂർ. ഇനി ജയിക്കുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് 2ാമത്തെ വിഷയം. കാരണം 2 പ്രാവശ്യവും 2ാം സ്ഥാനത്ത് വന്ന സ്ഥലമാണ് ചാത്തന്നൂർ. അതുകൊണ്ട് ജയിക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ചിലരുണ്ടല്ലോ 1 മാർക്കിന് തോറ്റവും 2 മാർക്കിന് തോറ്റവും, പക്ഷേ എത്ര പ്രാവശ്യം പരീക്ഷ എഴുതിയാലും തോറ്റവും എന്ന് പറഞ്ഞ കണക്കാണ്. ഈ ജയിക്ക് എവിടെ നിന്നാലും തോറ്റവും, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദുരന്തമാണ്. ചെറിയാൻ ഫിലിപ്പ് എവിടെയെല്ലാം മത്സരിച്ചു, അവിടെ മത്സരിച്ചു, ഇവിടെ മത്സരിച്ചു, ഒരു കാര്യമില്ല. അങ്ങനെ കുറേ ആളുകളുണ്ട്. എവിടെ പോയി മത്സരിച്ചാലും എവിടെ പോയി പരിപാടി അവതരിപ്പിച്ചാലും ദുരന്തത്തിലേക്ക് വരുന്ന ചില ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ വരുമോ എന്നുള്ളതറിയില്ല. എന്തായാലും അവിടെ ചാത്തന്നൂരിൽ വളരെ ഗൗരവതരമായൊരു മത്സരം ഇപ്രാവശ്യം നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ മത്സരത്തിൽ ദേവരാജനായത് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉൾക്കൊണ്ടിട്ടില്ല, ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല. ആ ഇരിക്കുന്നത് താഴെത്തട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രവർത്തകരൊന്നും ഇറങ്ങി പ്രവർത്തിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ദേവരാജനോട് പറയാനുള്ളത്, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു സ്ഥാനത്തിന് വേണ്ടി സമയം കളയണ്ട. നിങ്ങൾ ഏതെങ്കിലും ജയിച്ചു വന്നാൽ ഏതെങ്കിലും കോർപ്പറേഷൻ്റെ 1-2 ഒന്നിന് പകരം 2 കോർപ്പറേഷൻ വാങ്ങിച്ചാലും കുഴപ്പമില്ല. 1-2 കോർപ്പറേഷൻ പിടിച്ച് അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡുമൊക്കെ പിടിച്ച് വാങ്ങി അവിടെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ചാത്തന്നൂരിൽ നിങ്ങൾക്ക് ഫോർവേഡ് ബ്ലോക്കിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിരീക്ഷണം. പക്ഷേ അങ്ങനെ നിങ്ങൾ നിന്നാൽ തീർച്ചയായിട്ടും അത് BJPക്ക് ഒരു അഡ്വാൻറ്റേജ് ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. CPIക്ക് ഇപ്പോൾ പഴയതുപോലുള്ളൊരു ആൾപ്പൊക്കം, ആൾപ്പെരുമ ചാത്തന്നൂരിലില്ല. ഈ ഗ്യാപ്പെല്ലാം കണക്കാക്കി കഴിഞ്ഞ പ്രാവശ്യവും കൂടി മത്സരിച്ച ആളെന്നുള്ള നിലയിൽ ഒരു സഹതാപ തരംഗവും കൂടിയൊക്കെ വർക്ക് ചെയ്താൽ ചാത്തന്നൂരിൽ BJP അടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്ര സംസ്ഥാനത്ത് അത്ര വലിയ ഹൈപ്പ് അല്ലെങ്കിൽ അത്ര വലിയ പ്രാധാന്യം BJPയുടെ സംസ്ഥാന നേതൃത്വം കൊടുക്കാത്ത ഒരു പാവപ്പെട്ട മണ്ഡലം ചാത്തന്നൂർ മണ്ഡലവും BJP കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ഞാനീ പറഞ്ഞതുപോലെ അതിന് ഓരോ സ്ഥാനാർത്ഥികളെ അനുസരിച്ചിരിക്കും. ദേവരാജനാണ് മത്സരിക്കുന്നതെങ്കിൽ ആണ് ഞാനീ പറഞ്ഞത്. കാരണം കോൺഗ്രസ്സിൽ ആരെങ്കിലുമാണ് മത്സരിക്കുന്നതെങ്കിൽ കഥ വീണ്ടും മാറും. കോൺഗ്രസ്സുകാരെല്ലാം സജീവമാകും. പക്ഷേ ദേവരാജൻ മത്സരിച്ചാൽ കോൺഗ്രസ്സുകാർ എങ്ങനെ സജീവമാകുമെന്നറിയില്ല. അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾ എങ്ങനെ സജീവമാകുമെന്ന് അറിയത്തില്ല.
കാരണം മാത്രമല്ല ദേവരാജന് ഒറ്റയ്ക്ക് അത് ജയിപ്പിച്ചെടുക്കാനുള്ള ഒരു സംഘടനാ പാഠവും അവിടെ ഇല്ല, ചാത്തന്നൂരിലില്ല. അപ്പോൾ സമ്പൂർണ്ണമായി കോൺഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്തേ കഴിയുള്ളൂ. അങ്ങനെ അവിടുത്തെ കോൺഗ്രസ് സമ്പൂർണ്ണമായി 300% ഉൾക്കൊണ്ടാൽ മാത്രമേ ജയിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അതിപ്പോൾ CMPയുടെ അവസ്ഥയൊക്കെ അത് തന്നെയാണ്. എന്നാൽ പോലും CMP കുറച്ചുകൂടി സംസ്ഥാനത്തെ ഒരുപാട് പ്രവർത്തകരുണ്ട്. ഫോർവേഡ് ബ്ലോക്ക് അത്ര പ്രവർത്തകരില്ല. അതുകൊണ്ട് തന്നെ അവിടെ പോയി നിന്ന് പ്രവർത്തിക്കാൻ പറ്റിയ ആളുകളില്ലാത്തതിൻ്റെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നത് ചാത്തന്നൂർ. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ചാത്തന്നൂർ എന്ത് നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചിന്താ മണ്ഡലം അനുസരിച്ച് BJPക്ക് വലിയൊരു സാധ്യത ഇപ്രാവശ്യം കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ. പക്ഷേ BJPക്കാരത് കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേവരാജൻ മത്സരിച്ചാൽ തീർച്ചയായിട്ടും BJPയുടെ ഒരു സീറ്റ് ഒന്നുകൂടി ഉറപ്പിക്കാൻ BJPക്ക് കഴിയും എന്നുള്ളതാണ് ചാത്തന്നൂർ അവിടെ നിന്ന് നൽകുന്ന റിപ്പോർട്ടുകൾ.